പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10ാം മാസത്തിന്റെ 6ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരന് പ്രകാരം പാടുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട്. മനുഷ്യർ തീവ്രവാദികളാകുന്നതിനും അക്രമാവാസനയുള്ളവരാകുന്നതിനും പിന്നിൽ ഒരു പരിധിവരെ ചിലരുടെ ക്ലാസോ ഉപദേശങ്ങളോ കാരണമാകാം. അതുപോലെ ഉന്നത നിലയിലെത്തിയ പലർക്കും തങ്ങളുടെ മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അധ്യാപകരുടെയോ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറയുവാൻ കാരണമുണ്ട്. ഒരുവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ മനുഷ്യർ പല വിധത്തിൽ പ്രതികരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് നേരിടുന്ന രോഗങ്ങളെക്കുറിച്ചും സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചും എതിർപ്പുകളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും കഷ്ടങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പലരും പറഞ്ഞേക്കാം. പലരുടെയും പല വിധത്തിലുള്ള വാക്കുകൾ നമ്മെ തകർക്കുകയും ശക്തിഹീനരാക്കുകയും ചെയ്യാം. എന്നാൽ നീതിമാനായ തൻ്റെ ദൈവത്തിൻ്റെ ഭക്തന്മാരെ കുറിച്ച് ദൈവത്തിന് ചിലത് പറയുവാനുണ്ട്. മറ്റുള്ളവർ പറയുന്ന വാക്കുകളല്ല കുഞ്ഞെ, ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്ന് നാം കേൾക്കുവാൻ തയ്യാറാകണം. ശൗലും രാജ്യങ്ങളും ദാവീദിനെതിരായി നിന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം തന്നെ വിടുവിച്ച് അവനെ ഇസ്രായേലിലെ രാജാവായി വാഴിച്ചു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സ്വന്തം മകനായ അബ്സലോം തനിക്കെതിരായി നിന്നത് നിമിത്തം ദാവീദിന് പ്രാണരക്ഷാർത്ഥം സിംഹാസനം വിട്ട് ഓടേണ്ടതായി വന്നു. തനിക്ക് നേരിട്ട വലിയ വിപത്തുകളുടെ നടുവിൽ ദൈവം പോലും തന്നെ കൈവിട്ടു എന്ന് മറ്റുള്ളവർ ആദ്യം രഹസ്യമായി പറഞ്ഞു, പിന്നീട് പരസ്യമായി പറയുവാൻ തുടങ്ങി. ഇന്നും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. കഷ്ടതകൾ വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ദൈവം അവനെ കൈവിട്ടു. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത ദുഷ്ടതയുടെ മറുപടിയാണ് എന്നൊക്കെ ഒളിഞ്ഞും സ്തോത്രം പതുങ്ങിയുമൊക്കെ ഇരുന്ന് പലരും പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് പലരും പറയുന്നു എന്ന് ദാവീദ് ഇവിടെ പാടുകയാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ഉണ്ടാകുകയില്ല എന്ന് പലരും പറഞ്ഞു. ആവർത്തിച്ച് പലരും പറയുന്ന ഓരോ വാക്കുകൾ നിമിത്തം തൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടമാക്കുവാൻ ദാവീദ് തയ്യാറായില്ല. ഹല്ലേലൂയ. ഇന്ന് അനേകർ സ്തോത്രം ആത്മീയഗോളത്തിൽ നിന്നും തകർന്നു പോകുന്നത് മാനുഷിക ശബ്ദം കേട്ടിട്ടാണ്. എന്നെക്കുറിച്ച് പലരും പലതും പറഞ്ഞെന്ന് പറഞ്ഞ് ആത്മീയ ജീവിതത്തിൽ നിന്നും പിന്മാറിപ്പോകുന്ന അനേക പ്രിയപ്പെട്ടവരെ കാണാം. എന്നാൽ തിരുവചനം പറയുന്നു, ലോകം മുഴുവനും ഒരുമിച്ച് നിന്നും നെഗറ്റീവായി പറഞ്ഞാലും ദൈവം പറഞ്ഞതുപോലെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനായിരുന്നു ദാവീദ്. ആമേൻ. ചില ഘട്ടത്തിൽ ദൈവവും കൂടെ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ കൂടെ നാം പോകേണ്ടതായി വരാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ ഇവനെ രക്ഷിക്കാൻ ആരും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തകർക്കുവാൻ ശത്രു ശ്രമിച്ചെന്നും വരാം. എന്നാൽ നാം സേവിക്കുന്ന ദൈവം അങ്ങനെ നമ്മെ ഉപേക്ഷിക്കുന്നവനാണോ? അതിന് എന്ത് മറുപടിയാണ് ദൈവം തരുന്നതെന്ന് നാം ഒന്ന് നോക്കാം. ഹല്ലേലൂയ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയ ദൈവവൈതരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഈ പ്രഭാതം വിശ്വസിക്കാമോ? ആകയാൽ നാം പലരുടെയും വാക്കുകൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ ദൈവശബ്ദത്തിനായി കാതോർക്കാം.
ലോകം നമ്മെ നോക്കി പറഞ്ഞേക്കാം, നീ ഉയർച്ച പ്രാപിക്കുകയില്ല, അവൻ ജോലി നിനക്ക് ലഭിക്കത്തില്ല, തലമുറയെ കണ്ട് സന്തോഷിക്കത്തില്ല, തലമുറകളുടെ സന്തോഷം നീ കാണുകയില്ല, അവൻ വീട് വെച്ചു കാണുകയില്ല. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് നമ്മെ തകർത്തു കളയുമ്പോൾ അവൻ നമ്മുടെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ദൈവം നിവൃത്തിയാക്കുക തന്നെ ചെയ്യും. ആമേൻ. ഈ പ്രഭാതം സർവശക്തനായ ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. ശത്രു നമ്മെ നോക്കി രക്ഷയില്ല എന്ന് പറയുമ്പോൾ പതറിപ്പോകാതെ, ഭയപ്പെടാതെ ദൈവശബ്ദത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും അതിനായി ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹാലേലൂയ. സങ്കീർത്തനക്കാരനോടുകൂടെ നാമം എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ആകയാൽ ഇന്ന് പ്രഭാതം ലോക മനുഷ്യരുടെ വാക്കുകളല്ല കുഞ്ഞെ, നിന്നെ ഉയർത്തുന്നത് ഒരു ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഈ 10-ാം മാസത്തിന്റെ 6-ാമത്തെ പ്രഭാതം കൂടെ കാണുവാൻ ഞങ്ങൾക്ക് ആയുസ് തന്നല്ലോ കർത്താവേ. എത്രയോ പ്രിയപ്പെട്ടവർ കർത്താവേ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ യോഗ്യത കൊണ്ടോ കർത്താവേ, ഞങ്ങളുടെ നല്ല നടപ്പ് കൊണ്ടോ കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധ ജീവിതം കൊണ്ടോ അല്ലനാഥ, അപ്പൻ്റെ കരുണയും ദയയും ഞങ്ങളോട് പിന്നെയും കർത്താവേ സ്തോത്രം ആമേൻ വെളിപ്പെട്ടതെന്ന് ഞങ്ങൾ ഈ പ്രഭാതം ഒരിക്കൽ കൂടെ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഞങ്ങൾ രക്ഷയില്ല എന്ന് പറയുമ്പോൾ രക്ഷിച്ച് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഏകാന്തതയുടെ അനുഭവങ്ങളിലും മാനസികമായ നിരാശകളിലും ശാരീരികമായ കർത്താവ് ബലഹീനതകളിലും ഏകാന്തതയുടെ അനുഭവങ്ങളും വാർദ്ധക്യ ബലഹീനതയിലും ഒക്കെ ആയിരുന്നു കൊണ്ട് പലരും കർത്താവേ സ്തോത്രം ദൈവസനിൽ ഹാലേലൂയ, ഇനി എനിക്കൊരു രക്ഷ കാണുവാൻ കഴിയത്തില്ല, ഇനി ഞാൻ രക്ഷപ്പെടുകയില്ല, എൻ്റെ തലമുറയുടെ നന്മ കാണുവാൻ കഴിയുകയില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ മേൽ ദൈവത്തിൻ്റെ രക്ഷ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, ചില സഭകൾ കർത്താവേ ഹാലേലൂയ രക്ഷ അനുഭവിപ്പാൻ, ചില വ്യക്തി ജീവിതങ്ങൾ രക്ഷ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഈ പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മകച്ചമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.